അന്തർവാഹിനിയിലും റാഫേലിലും കയറിയ ശേഷം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് സന്ദർശിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്ത്യയുടെ INS വിക്രാന്ത് ഓപ്പറേഷൻ സിന്ധുവിനിടെ കടലിൽ ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ഉയർത്തിപ്പിടിച്ച യുദ്ധക്കപ്പൽ. അതിർത്തിയിൽ ഒരു മിസൈൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ഖറാച്ചിയിലെ തുറമുഖത്ത് നിലയുറപ്പിച്ച ഒരു പാകിസ്ഥാൻ യുദ്ധക്കപ്പലിന് പോലും പുറത്തു വരാൻ കഴിയാത്ത അത്രയധികം രീതിയിൽ പ്രതിരോധ ശക്തിയുമായി INS വിക്രാന്ത് ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇന്റർനാഷണൽ റിവ്യൂ ഫ്ലീറ്റിൽ ഈ കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിന്റെ ശക്തി ലോകം മുഴുവൻ കാണാൻ പോവുകയാണ്. ഫെബ്രുവരി അവസാനം നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിൽ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് അതിന്റെ കാരിയർ യുദ്ധ ഗ്രൂപ്പിനൊപ്പം പങ്കെടുക്കും. റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രീം കമാൻഡറായ ദ്രൗപദി മുർമു ഫെബ്രുവരി 18-ന് അന്താരാഷ്ട്ര ഫ്ലീറ്റ് അവലോകനം ചെയ്യും. തദ്ദേശീയ നാവിക ഓഫ്ഷോർ പെട്രോളിംഗ് കപ്പലായ INS സുമേധയെ ഈ അവലോകനത്തിനായി പ്രസിഡൻഷ്യൽ യാച്ചായി നിയോഗിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് മുർമു ഇത് അവലോകനം ചെയ്യുമ്പോൾ കാരിയർ യുദ്ധ ഗ്രൂപ്പിൽ വിമാനവാഹിനി കപ്പലിനെ ചുറ്റിപ്പറ്റിയുള്ള അന്തർവാഹിനികളും 8 മുതൽ 10 വരെ യുദ്ധ കപ്പലുകളും ഉണ്ടാവും. ഓപ്പറേഷൻ സിന്ധുവിലും സമാനമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാരണത്താൽ ഇന്ത്യൻ നാവികസേന ചെലുത്തിയ സമ്മർദ്ദം വളരെ ശക്തമായിരുന്നതിനാൽ പാകിസ്ഥാൻ കടലിൽ ഒരു നടപടിക്കും ശ്രമിച്ചിരുന്നില്ല. കൂടാതെ നീലഗിരി ക്ലാസ് ഫ്രിഗേറ്റും ഈ അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുക്കും. ഈ അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂവിലേക്ക് ഇന്ത്യ 137 രാജ്യങ്ങളെയാണ് ക്ഷണിച്ചിരിക്കുന്നത്. കുറഞ്ഞത് 60 രാജ്യങ്ങളിൽ നിന്നുള്ള യുദ്ധ കപ്പലുകളും പങ്കെടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ ഇന്ത്യയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര കപ്പലുകളുടെ അവലോകനം 2001-ലാണ് നടന്നത്. ആ വർഷം 20 രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 97 യുദ്ധ കപ്പലുകൾ ഈ കപ്പലുകളുടെ അവലോകനത്തിൽ പങ്കെടുത്തു. അതിൽ 73 ഇന്ത്യൻ യുദ്ധ കപ്പലുകളും 24 വിദേശ യുദ്ധ കപ്പലുകളും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അന്താരാഷ്ട്ര കപ്പലുകളുടെ അവലോകനം 2016-ൽ വിശാഖപട്ടണത്ത് നടന്നു. 50 രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 100 യുദ്ധക്കപ്പലുകൾ പങ്കെടുത്തു. എന്നാൽ ഈ വർഷത്തെ അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിജയകരം തന്നെയായിരിക്കും. കാരണം നിരവധി രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നത്. വിമാനവാഹിനി കപ്പലിലൂടെ ഇന്ത്യയും അതിന്റെ സാങ്കേതിക വൈദഗ്ധ്യം പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു അവലോകനം ചെയ്യുന്ന ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലാണ് ഇന്ത്യയുടെ INS വിക്രാന്ത്. ഈ അന്താരാഷ്ട്ര ഫ്ലീറ്റ് റിവ്യൂ 4-5 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ഈ ഫ്ലീറ്റ് അവലോകനം ചെയ്യുന്ന പാരമ്പര്യം ഇന്ത്യൻ പ്രസിഡന്റുമാർ സ്ഥാപിച്ചതാണ്. ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനെ പൂർണ്ണമായി നിർവീര്യമാക്കാൻ തയ്യാറെടുത്ത ഇന്ത്യയുടെ കാരിയർ യുദ്ധസംഘം അറബിക്കടലിലെ സമുദ്ര മേഖലയിൽ ലോകം ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു നേട്ടത്തിന് സാക്ഷിയാകാൻ പോവുകയാണ്. കടലിൽ ഇന്ത്യയുടെ ശക്തി പ്രകടനം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.